പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ഓഗസ്റ്റ് മാസം 15 തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കൈകൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഒന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നടത്തിയത്. കൈ ഉയർത്തി സ്തോത്രം പറ. സ്തോത്രം അപ്പ, സ്തോത്രം അപ്പ, സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നില്ലേ? അതിന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 അപ്പ, സ്തോത്രം. ആരോഗ്യത്തോടെ നമ്മളെ സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചത് കർത്താവിന് നന്ദി പറ. എത്ര അത്ഭുതമാണ് നമ്മൾ ഈ രാവിലെ ഉണർന്നതെന്നറിയാമോ? ഇത് ദൈവത്തിന്റെ കൃപയാണ്. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അപ്പാ, ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ കരുണ വലുതാകിയാൽ സ്തോത്രം, അങ്ങയുടെ വിശ്വസ്തത വലുതാകിയാൽ സ്തോത്രം. സങ്കീർത്തനക്കാരൻ 92-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ അങ്ങയുടെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ കർത്താവിന്റെ ദയയും രാത്രി തോറും കർത്താവിന്റെ വിശ്വസ്തയും വർണ്ണിക്കുന്നത് നല്ലത്. ഈ പ്രഭാതത്തിൽ നമുക്ക് ആ കർത്താവിന്റെ സ്നേഹത്തെ, കർത്താവിന്റെ ദയയെ, കർത്താവിന്റെ കരുണയെ വർണ്ണിക്കുവാൻ നമുക്ക് ലഭിച്ച നല്ല അവസരമാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നന്ദി. രാത്രി കർത്താവ് ഞങ്ങളെ കരുതിയ കൃപകൾക്കായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ മേലും കർത്താവിന്റെ സ്പെഷ്യൽ ഗ്രേസ് ഉണ്ടാകണം. ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ മേലുമുള്ള ദൈവത്തിന്റെ കൃപ, ദൈവിക സമാധാനം യേശുവിന്റെ നാമത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ. അവർ ക്രിസ്തുവിൽ അവൻ ബലപ്പെട്ട് കയറി വരുമാറാകട്ടെ. ഇന്ന് ഈ കേൾക്കുന്ന ഓരോ മക്കളും ക്രിസ്തുവിൽ വളരട്ടെ. അവർ കർത്താവിന്റെ ആ നാമത്തെ ഉയർത്തുന്നവരായി തീരുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളായി ഇവരുടെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് നസറേനായ യേശുവിന്റെ നാമത്തിൽ ഇവർ ഈ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് മുഖാന്തരം, ഇവർ ഈ ഭവനത്തിൽ ഈ സന്ദേശം കേൾക്കുന്നത് മുഖാന്തരം ഇവരുടെ ഭവനത്തിനകത്തുള്ള സകല രോഗശക്തികളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. രോഗത്തിന്റെ കെട്ടുകൾ പൂർണ്ണമായി ആ ഭവനത്തിനകത്തുനിന്ന് വിട്ടുമാറട്ടെ. അസമാധാനം യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ഭവനത്തിൽ നിന്ന് മാറിപ്പോട്ടെ. ഇവരുടെ ഭവനം ഇന്ന് ഈ പ്രഭാതത്തിൽ ഇവർ ഈ സന്ദേശം കേൾക്കുന്നത് മുഖാന്തരം ദൈവശക്തിയാൽ നിറയട്ടെ, ദൈവ സാന്നിധ്യത്താൽ നിറയട്ടെ. ഇവരുടെ വീടിനകത്തുള്ള കുറവുകൾ പരിഹരിക്കപ്പെടട്ടെ. സമാധാനവും സന്തോഷവും ആരോഗ്യവും സ്വസ്ഥതയും യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ഭവനത്തിനകത്ത് നിറഞ്ഞു കവിയുന്നതിനായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കുന്നു കർത്താവെ. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിന്റെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ഉപയോഗിക്കണം, മാനിക്കണം, ആദരിക്കണം. പ്രത്യേകിച്ച് നാളത്തെ സഭായോഗത്തെ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണം. കർത്താവ് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു ഉണർവിന് നാളത്തെ സഭായോഗം കാരണമായി തീരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഈ ദിവസങ്ങൾ അനേകരെ ഇറക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ നാളെ രാവിലെ ഇന്ത്യൻ സമയം നമുക്ക് 8:15 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. നമ്മൾ അടുത്തൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. 1 തീമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ തിരുവെഴുത്തിൽ പറയുന്നു, നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കണമെന്ന്, വിശേഷാൽ രാജാക്കന്മാർക്ക്, സകല അധികാരസ്ഥന്മാർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്നും ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയും നല്ലതും പ്രസാദകരവുമാകുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ഇന്ത്യ ഇന്ന് 78ാമത്തെ സ്വാതന്ത്ര്യ ദിനം സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ രാജ്യത്തെ അനുഗ്രഹിക്കുക എന്നുള്ളത്. നിങ്ങളുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഭരണാധികാരികൾക്കായിട്ട്, ഇന്ത്യയിലെ നിയമകർത്താക്കൾക്കായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകൾക്കായിട്ടും അവിടുത്തെ ഭരണം നടത്തുന്നവർക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ
ഇന്ത്യയെ അനുഗ്രഹിക്കുന്നു. ഈ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ദിവസം ഇന്ത്യയിൽ വലിയൊരു റിവൈവൽ ഉണ്ടാകട്ടെ. ഇന്ത്യയിലെ ഭരണാധികാരികൾ യേശുക്രിസ്തുവിനാൽ സ്പർശിക്കപ്പെടുമാറാകട്ടെ. കേന്ദ്രത്തിൽ ഭരിക്കുന്നവർ, സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നവർ ഒക്കെയും കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടത്തക്ക വിധത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വലിയ ആത്മപകർച്ചകൾ ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർമാനമായി നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഞാൻ ഉമ്മിക്കളയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നത് ഈ ഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത് തന്നെ, കാരണം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ എങ്ങനായിരിക്കണം? നമ്മൾ ഉന്മേഷമുള്ളവരായിരിക്കണം. നമ്മൾ ഒരു തളർന്ന മട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു, നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഉദാസീനമായി ചെയ്യരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതായത് ഒരു കർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ആരാധിക്കുമ്പോഴാണെങ്കിലും ആമേൻ നമ്മൾ ഉന്മേഷമുള്ളവരായിരിക്കണം. നമ്മൾ ഉന്മേഷം എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? എരിവുള്ളവരായിരിക്കണം. ആത്മാവിൽ തീക്ഷ്ണതയോടുകൂടെ വേണം കർത്താവിന്റെ വേല ചെയ്യുവാൻ. നമ്മൾ മടിച്ച് ആരെങ്കിലും പറയുന്നതിന്റെ പേരിൽ ആരാധനയ്ക്ക് പോവുക, ആരെങ്കിലും പറയുന്നതിന്റെ പേരിൽ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പം ബൈബിൾ വായിക്കുക, അങ്ങനെ ഒരു തളർന്ന മട്ട് ആകാൻ പാടില്ല. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, അങ്ങനെ ആകരുത്. ലവോദിക്കയിലെ സഭയോട് പറഞ്ഞ ദൂതായത്. ആമേൻ. നിങ്ങളുടെ പരിപാടി, ഞാൻ നിങ്ങളുടെ പ്രവൃത്തി കണ്ടു. നിങ്ങൾക്ക് ഒരു തീക്ഷ്ണതയുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രവൃത്തിയുണ്ടോ? കാര്യമായ പ്രവൃത്തിയുണ്ടോ? ഇല്ല. എന്നാൽ പ്രവർത്തിക്കുന്നില്ലയോ എന്ന് ചോദിച്ചാൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ശീതവാനാണോ? അല്ല. ഉഷ്ണവാനാണോ? അല്ല. ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തിയെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. തീക്ഷ്ണതയോടുകൂടെ കർത്താവിന് വേണ്ടി നിൽക്കണം. ആമേൻ. നമ്മൾ പാട്ട് പാടുമ്പോൾ തീക്ഷ്ണതയോടെ പാടണം. ആരാധിക്കുമ്പോൾ തീക്ഷ്ണതയോടെ ആരാധിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. ആരാധിക്കുമ്പോൾ എരിവോടുകൂടെ ആരാധിക്കണം. ആമേൻ. മറ്റുള്ളവരോട് സുവിശേഷം പറയുമ്പോൾ ഉന്മേഷത്തോടുകൂടെ പറയണം. ആമേൻ. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുമ്പോൾ മറ്റുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അവർക്കൂടെ കർത്താവിന് വേല ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാകണം. ആ നിലയിലായിരിക്കണം നമ്മുടെ പ്രവൃത്തി. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം പറയുന്നത്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. അപ്പൊ കർത്താവിനെ സേവിക്കുന്നതിൽ നമ്മൾ ഉത്സാഹം കാണിക്കണം. അവനോടുള്ള നമ്മുടെ ആ കർത്താവിനുള്ള സ്നേഹവും ആമേൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹവും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കണം. സ്തോത്രം. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയിൽ കർത്താവിന് വേണ്ടി നമ്മൾ പ്രകാശിക്കണം. നമ്മളിലൂടെ കർത്താവിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രസരിക്കുവാൻ ഇടവരണം. ആമേൻ. അങ്ങനെ നമ്മൾ കർത്താവിനെ സേവിക്കുമ്പോൾ ആ കർത്താവ് നമ്മളെ അസാധാരണമായ നിലയിൽ അനുഗ്രഹിക്കുവാൻ ഇടവരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉന്മേഷത്തോടെ സകല കാര്യവും ചെയ്യണം കേട്ടോ. ആരാധനയ്ക്ക് പോകുമ്പോൾ ഉന്മേഷത്തോടെ പോകണം. നിങ്ങൾ ആരാധനയ്ക്ക് നടന്നു പോകുന്ന കാണുമ്പോൾ, നിങ്ങൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാണുമ്പോൾ അയൽവാസികൾ ചോദിക്കും, ഇവർക്ക് എന്തൊരു തിടുക്കമാണ്, ഇവർ ഭയങ്കര ഉത്സാഹമാണല്ലോ. നിങ്ങൾ ആരാധനയുടെ ദിവസം അധികാരത്ത് എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ ആളുകൾ ചോദിക്കും, ഇവരെന്തിന് ഇത്രയും നേരത്തെ എഴുന്നേൽക്കുന്നത്? അത് പ്രിപ്പറേഷനാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരാധനയ്ക്ക് പോകുന്നു. അത് സമയത്തിന് ആരാധനയ്ക്ക് പോകണം. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ മീറ്റിംഗിൽ പറഞ്ഞു, ആരാധന ആരംഭിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ആരംഭിക്കണം. അതായത് എല്ലാം പ്രിപ്പയർഡ് ആയിരിക്കണം, എല്ലാം റെഡി ആയിരിക്കണം. നമ്മുടെ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്ത് വളരെ തിടുക്കത്തോടുകൂടെ, വളരെ ആഗ്രഹത്തോടുകൂടെ, വളരെ വേഗതയിൽ, ആവേശത്തോടുകൂടെ നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോകുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ പോലും ദൈവത്തിന് സ്വതന്ത്രം പറയാനുണ്ട്. ഇത് കാണുമ്പോൾ കർത്താവ് പറയും, കണ്ടോ, ഇങ്ങനെ വേണം ജനം. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഉന്മേഷത്തോടെ സകലതും ചെയ്യണം. ആമേൻ. ആരാധന സ്ഥലത്ത് ആരാധനയ്ക്ക് അവിടെ നിശ്ചയിക്കപ്പെട്ട സമയത്തിന് മുമ്പേ നമ്മൾ ചെല്ലണം. അതൊക്കെയാണ് ഒരു ഉന്മേഷം എന്ന് പറയുന്നത്. അപ്പൊ ഒരുപക്ഷെ നിങ്ങളുടെ ആരാധന 10 മണിക്കാണെങ്കിൽ നിങ്ങളൊരു 9:45 ആകുമ്പോൾ, അല്ല 9:30 ആകുമ്പോഴേ അവിടെ ചെല്ലുക, അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ കർത്താവ് കൗണ്ട് ചെയ്യും പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്കും അനുഗ്രഹമായി തീരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ സേവിക്കുന്നത് അവൻ ഉന്മേഷത്തോടെ വേണം. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ആർക്കാണ്ട് വേണ്ടി ചെയ്യുന്നത് പോലെ ഒരിക്കലും ചെയ്യാതെ ഉന്മേഷത്തോടെ കർത്താവിനെ സേവിക്കണം. അവൻ ഉത്സാഹത്തോടെ കർത്താവിനെ സേവിക്കണം കേട്ടോ. അവൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന കണ്ടാൽ പറയണം, ഇവൻ പ്രാർത്ഥിക്കാൻ
പ്രാർത്ഥിക്കാനിരിക്കുന്ന കണ്ടോ, അവൻ ഇരിക്കുന്ന കാണുമ്പോൾ അറിയാം അവൻ ചിലതൊക്കെ നേടിക്കൊണ്ട് എഴുന്നേൽക്കുള്ളൂ. സ്തോത്രം. അങ്ങനെ ഉന്മേഷമുള്ളവരായി മാറുക. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആ ക്രിസ്തുവിലുള്ള സന്തോഷവും എരിവും ഒക്കെ കണ്ട് സ്വർഗത്തിൽ അപ്പൻ സന്തോഷിക്കാനിട വരട്ടെ. ഗോഡ് ബ്ലെസ് യു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നമ്മൾ അത്ഭുതമായി മാറും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. We are permanently blessed and highly favored. God bless you. God bless you. God bless you.